നമസ്കാരം. നാടൻ കുരുമുളക് ഗാനങ്ങൾ. കുതിരവാലി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങൾക്കും യോജിച്ച ഒരു കുരുമുളക് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് ഉത്തരം പറയാവുന്ന കൊടിയാണ് കുതിരവാലി. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു കൊടി. നല്ല ഡ്രൈ റിക്കവറി ഉണ്ട്, എല്ലാ പ്രദേശങ്ങൾക്കും പറ്റും. അതോടൊപ്പം തന്നെ നല്ല ഷെയ്ഡ് ടോളറൻസും ഉള്ള വരൾച്ച അതിജീവിക്കുന്ന നാടൻ കുരുമുളക് ഇനമാണ് കുതിരവാലി. കർഷകർക്ക് വിശ്വസിച്ച് കൃഷി ചെയ്യാവുന്ന ഒരു കുരുമുളക് ഇനമാണ് കുതിരവാലി. അതായത് ഒരു ഹെക്ടറിൽ 20 അടി ഹൈറ്റുള്ള 1000 കുരുമുളക് ചെടികൾ നമുക്ക് നട്ടു വളർത്താമെങ്കിൽ അത്രയും സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രതിവർഷം ഏതാണ്ട് 2500-നും 4500, 5000 കിലോഗ്രാം വരെ ഉണക്കമുളക് ലഭിക്കുന്നതിന് ശേഷിയുള്ള പൊട്ടൻഷ്യലുള്ള കുരുമുളക് ഇനമാണ് കുതിരവാലി. അതായത് ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് ഇത്രയും സ്ഥലത്ത് നിന്ന് പ്രതിവർഷം നമുക്കൊരു 30 ലക്ഷം രൂപ വരെയൊക്കെ ശേഖരിക്കാൻ ശേഷിയുള്ള കുരുമുളക് ഇനമാണ് കുതിരവാലി. കുതിരവാലി ഓൾട്ടർനേറ്റ് ബിയറർ ആയിട്ടുള്ള ഒരു കൊടിയാണ്. എന്നാലും ഒരു വർഷം നന്നായി കായ്ച്ച് അതിനുശേഷം നന്നായിട്ട് പരീക്ഷയൊക്കെ നൽകുകയാണെങ്കിൽ എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്ന ഒരു കുരുമുളകാണ് കുതിരവാലി. അതിന് 35% അടുത്ത് ഡ്രൈ റിക്കവറി ഉണ്ട്. അതുപോലെ തന്നെ തിരിനീളം ഏതാണ്ട് ഇതിപ്പം ചുവട്ടിലുള്ള തിരി തന്നെ 14 സെന്റിമീറ്റർ വരുന്നുണ്ട്. 17 സെന്റിമീറ്റർ വരെ തിരുനീളം കിട്ടുന്ന ഒരു കൊടിയാണ് കുതിരവാലി. അതുപോലെ തന്നെ കൊടി നിറഞ്ഞു കായ്ക്കുന്ന ഒരു കൊടി കൂടിയാണ് കുതിരവാലി. അതിന്റെ ഇലകൾക്ക് ഏതാണ്ട് 16 സെന്റിമീറ്റർ ഉണ്ട്. ബ്രെഡ്ത്ത് ആണെങ്കിലും ഏതാണ്ട് 9-10 സെന്റിമീറ്റർ വരെ വരും. ആവറേജ് ബ്രെഡ്ത്ത് ഒരു 8-9 സെന്റിമീറ്റർ വരും. അതുപോലെ തന്നെ ഇലകളും കൊടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. പെടങ്കിൾസിന് ഏതാണ്ട് 1.2-1.3 സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റിയൊരു കൊടിയാണ് കുതിരവാലി. കുതിരവാലിയുടെ ചന്തലയുടെ അഗ്രം പർപ്പിൾ കളറിലാണ് കാണപ്പെടുന്നത്. കുതിരവാലിയുടെ ജന്മദേശം എന്ന് പറയുന്നത് പൊതുവിലെ കോഴിക്കോട്, ഇടുക്കിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനമാണ് കുതിരവാലി. ഈ കൊടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊസൈക്ക് വൈറസ് തീരെ ബാധിക്കാത്ത ഒരു ഇനം കുരുമുളക് ചെടിയാണ്. അതുപോലെ തന്നെ മറ്റു രോഗങ്ങളെയും ഒരു പരിധി വരെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള കുരുമുളക് ഇനമാണ് കുതിരവാലി. കുതിരവാലി എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റിയൊരു കൊടിയാണ്. പ്രത്യേകിച്ച് തഞ്ചാവൂർ വെറ്റില പോലെയുള്ള ഇതിൻ്റെ ഇലകളുടെ ടെക്സ്ചറൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ആണ്. അതിൻ്റെ ഇലകളുടെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് വൈറ്റ് കളറുമാണ്. എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു കൊടിയാണെങ്കിൽ പോലും ഇതിന് ഒരുപാട് മ്യൂട്ടൻസ് ഉണ്ട്. അതായത് ഇതേപോലെയുള്ള മറ്റു ചില കൊടികളുണ്ട്. അരയമുണ്ടി ഇതിൻ്റെ ഇലകളോട് ഒരു സാമ്യമുണ്ട്. പക്ഷേ ഇലകൾ കുറച്ചുകൂടി റൗണ്ട് ആയിരിക്കും, തിരിക്ക് നീളം കുറവായിരിക്കും. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ വിൽക്കുന്ന ബിലി മല്ലികേസര എന്നൊരു കൊടി ഇതുപോലെ തന്നെയാണ്. ആക്ച്വലി അത് ബിലി മല്ലികേസര അല്ല. ബിലി മല്ലികേസര എന്നുള്ള പ്രയോഗം തെറ്റാണ്. ബെളി മല്ലികേസര എന്നാണ്. അതായത് കർണാടകത്തിലെ കൊടികളാണ് മല്ലികേസര എന്ന് തന്നെ. അത് ബെളി മല്ലികേസരയുണ്ട്, കരിമല്ലികേസരയുണ്ട്. അതായത് അതിൻ്റെ ഷൂട്ട്സിന്റെ കളറ് വൈറ്റ് ആകുമ്പോൾ ബെളി മല്ലികേസരയാകും, പർപ്പിൾ ആകുമ്പം കരിമല്ലികേസരയാകും. അതുപോലെ തന്നെ മലയാറ്റൂർ ബെൽറ്റിലുള്ള അർണവാലിനും ഇതുപോലെയുള്ള സെയിം പാറ്റേൺ ആണ്. മറ്റു കുറെ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്നൊക്കെ തന്നെയാണെങ്കിലും കുതിരവാലി നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു കൊടിയാണ്. ഇതിന്റെ തിരികളൊക്കെ ഏതാണ്ട് പഴുത്ത് വരുന്നുണ്ട്. പഴുക്കുമ്പോൾ ഇതിന്റെ തിരികൾക്ക് ആദ്യം ഒരു തീമഞ്ഞ കളർ വരും, അതിനുശേഷം റെഡ് കളറിലേക്ക് വരുന്ന പാറ്റേൺ ആണ് ഇതുള്ളത്. ഇപ്പൊ ഈ കൊടിയുടെ ഒരു 2 വർഷം പ്രായമായിട്ടുള്ള കൊടിയാണ്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ താങ്ങുകാൽ ആദ്യം ഒന്ന് പോയതാണ്. ഇപ്പൊ ഞാനൊരു ശീമക്കൊന്ന ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ താഴെ ഒരു പയ്യാനിയുടെ തൈ വളർത്തിയിട്ടുണ്ട്. ഇത് വേഗം വളരുന്ന തൈയാണ്. ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇത് സാവധാനം ആ ചെടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ് ചെയ്തിരിക്കുന്നത്. കുതിരവാലിക്ക് ആ പേര് വരാനുള്ള കാരണം അതിൻ്റെ തിരിയുടെ പാറ്റേൺ ആണ്. അതായത് കുതിരയുടെ വാലിൻ്റെ ഷേപ്പിലുള്ള സ്പൈക്സ്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും കുതിരവാലൻ എന്ന പേരിലും കുതിരവാലി എന്ന പേരിലും ഈ ഇനം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. വിശ്വസിച്ച് കൃഷി ചെയ്യാവുന്ന ഒരു ഇനമാണ് കുതിരവാലി. കടുത്ത വേനലിനെ അതിജീവിക്കുന്ന ഒരു ഇനമാണ് കുതിരവാലി. വരൾച്ച അതിജീവിക്കുന്ന 10 ഇനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ഒരു ഇനമാണ് കുതിരവാലി.
കണ്ണിത്തലയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ കുതിരവാലി നമുക്ക് വളരെ എളുപ്പത്തിൽ മുളക് പറിച്ചെടുക്കാൻ പറ്റും. സാധാരണ കൊടി പോലെയല്ല, നമുക്ക് തിരികൾ വലിച്ച് പറിച്ചെടുക്കാനായിട്ട്, അതായത് കൊടിക്ക് ക്ഷതമൊന്നും സംഭവിക്കാതെ മുളക് നമുക്ക് വലിച്ച് പറിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ വിളവെടുക്കാവുന്ന ഒരു ഇനമാണ് കുതിരവാലി. അതുപോലെ തന്നെ കുതിരവാലിയുടെ പുറത്ത് കാണുന്നതിനേക്കാൾ അധികം തിരി കൊടിയുടെ ഉള്ളിലുണ്ടാവും. അതായത് നമ്മളൊരു കൊടിയിൽ വിളവെടുത്ത് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാഴ്ചയിലുള്ളതിനേക്കാളധികം മുളക് നമുക്ക് ഈ ഇനത്തിൽ നിന്ന് ലഭിക്കും. കുതിരവാലിയുടെ ഷെയ്ഡ് ടോളറൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ബാലങ്കോട്ട, പെരുങ്കൊടി, കല്ലുപാലങ്കോട്ട, ചോലക്കൊടി എന്നിവയെ പോലെയൊക്കെ തന്നെ കുതിരവാലിക്ക് ഏതാണ്ട് ബാലങ്കോട്ടയുടെ അതേ ലെവലിൽ തന്നെ തണലിനെ അതിജീവിച്ച് കായ്ക്കുന്നതിനുള്ള ശേഷിയുള്ള ഇനമാണ്. ഇത്രയ്ക്കധികം ഷെയ്ഡ് ടോളറൻസ് ഉള്ള ഇനങ്ങൾ പൊതുവിൽ കുറവാണ്. കുതിരവാലി പൊതുവിൽ ഓൾട്ടർനേറ്റ് ബിയറായിട്ടുള്ള ഒരു കൊടിയാണ്. അതായത് ഈ വർഷം നല്ല രീതിയിൽ തിരിയിട്ടാൽ അടുത്ത വർഷം വിളവ് കുറയാനായിട്ട് സാധ്യതയുള്ള ഒരു ഇനമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ വർഷം നല്ല രീതിയിൽ വിളവുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ പരിരക്ഷയൊക്കെ നൽകിയില്ലെങ്കിൽ അടുത്ത വർഷം കൊടിക്ക് വിളവ് കുറയുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ മഴക്കാലത്തെ കൊടിക്ക് കേടുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നല്ല വിളവുണ്ടോ അതിനനുസരിച്ച് പരിരക്ഷ നൽകേണ്ട ഒരു കൊടി തന്നെയാണ് കുതിരവാലി. കുതിരവാലിയുടെ മണികൾ സെമി ബോൾഡ് ടൈപ്പാണ്. വിളവെടുപ്പ് സാധാരണ വരുന്നത് ജനുവരി ആദ്യ വാരത്തിന് ശേഷമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് പുതിയ എപ്പിസോഡ് ഇടുന്നതിനെ സംബന്ധിച്ച്. പണികളും എല്ലാ കാര്യങ്ങളും എത്താത്തത് കൊണ്ടാണ് പുതിയ വീഡിയോ ഇടാത്തത്. പരമാവധി ശ്രമിക്കുന്നതാണ്. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.